ഹലോ. കുറേ നാളായിട്ട് മഴയൊക്കെ ആയിരുന്നല്ലേ. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ കുറച്ച് വെയിലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ 8 മണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റത് 8 മണിക്കാണ്. പുറത്തോട്ടൊക്കെ വന്നതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. നമ്മുടെ വീട്ടിലിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയായിരുന്നു കേട്ടോ. ഗോതമ്പ് ദോശയും തേങ്ങാ ചമ്മന്തിയാണ്. ഈ ഒരു ഗോതമ്പ് എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ നല്ലതാണ് കേട്ടോ. ഗോതമ്പ് ദോശയും ഒരു തേങ്ങാ ചമ്മന്തിയും അതിൻ്റെ കൂടെ തേയിലയും, അതായത് കട്ടൻ ചായ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പിന്നെ പഠിക്കാൻ വേണ്ടി ഇരുന്നത്. പിന്നെ IBPS-POയുടെ നോട്ടിഫിക്കേഷൻ വന്നേക്ക് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എല്ലാ തവണത്തേക്കാളും ഇത്തവണ വേക്കൻസി കൂടുതലാണ്. പക്ഷെ നമുക്ക് എക്സാം പാറ്റേൺ ചേഞ്ച് ആയി. പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും എക്സാം പാറ്റേണിൽ ചേഞ്ച് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോണത് എന്നെ പോലുള്ള റിപ്പീറ്റേഴ്സിനായിരിക്കും. കാരണം നമ്മൾ കഴിഞ്ഞ ഇയറൊക്കെ IBPS-PO എഴുതിക്കൊണ്ടിരുന്ന ആ ഒരു പാറ്റേൺ അല്ല ഇപ്പം മെയിൻസ് വരുമ്പോൾ. കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ് 40 മാർക്കിന് 40 ക്വസ്റ്റ്യൻ 40 മാർക്കിനായിരുന്നു. പക്ഷേ ഇത്തവണ 35 ക്വസ്റ്റ്യൻ 50 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ അത്രത്തോളം ടഫ് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല RBI സർക്കുലേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ 1-2 ടോപ്പിക്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴിഞ്ഞ തവണ പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ പ്രിലിംസ് മെയിൻസ് പേഴ്സണാലിറ്റി ടെസ്റ്റ് പിന്നെ ഇൻ്റർവ്യൂ, അങ്ങനെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എക്സ്ട്രാ വരുന്നതാണ്. പിന്നെ അങ്ങനെ നമുക്ക് എല്ലാ സെക്ഷനിലും ക്വസ്റ്റ്യൻസ് ആയാലും മാർക്കായാലും ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ടൊന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കറണ്ട് അഫയേഴ്സ് നോട്ടാണ് എഴുതിയത്. അഫയേഴ്സ് ക്ലൗഡിലെ സൈഡിൽ പോയിട്ട് കറണ്ട് അഫയേഴ്സ് നോട്ട് എഴുതി. പക്ഷേ ഇനി ഇതൊന്നുമല്ല, നമുക്ക് എക്സ്ട്രാ ടോപ്പിക്സ് വന്നു ഞാൻ പറഞ്ഞില്ലേ, RBIയുടെ ഒക്കെ. അപ്പോൾ RBIയുടെ സൈറ്റിൽ പോയിട്ട് RBI ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഇനി എടുക്കേണ്ടി വരും. ശരിക്കും കറണ്ട് അഫയേഴ്സ് ഓൾറെഡി നമുക്ക് ടഫാണ്. ഇപ്പം ഇങ്ങനെ ഒരു 35 ക്വസ്റ്റ്യൻസ് 50 മാർക്കിനായപ്പോൾ കുറേ കൂടെ ടഫായി വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നോട്ട് എഴുതി. പിന്നെ ഞാൻ ഒരു സെക്ഷണൽ മോക്ക് SBI-POയുടെ കോണ്ടിൻ്റെ സെക്ഷണൽ മോക്ക് എടുത്തതിന് ശേഷം പിന്നെ കുക്കിംഗ് പരിപാടിയിലേക്ക് വന്നു. ഞാൻ ഈ കാണുന്ന വീഡിയോയും ഞാൻ സംസാരിക്കുന്നത് തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധമില്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വീഡിയോ കുറേ സ്പീഡിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കത്തിരിക്ക പൊരിച്ചിട്ട് അത് തൈരിലിട്ടൊരു കറിയാണ് കേട്ടോ. പിന്നെ ഇത് ചോളമാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് തക്കാളിയും സവാളയൊക്കെ ഇട്ട് അതൊക്കെ ഒന്നിങ്ങനെ വരട്ടിയെടുത്ത ഒരു സംഭവം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ വൈകിട്ട് ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് എഡിറ്റോറിയലാണ് നോക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷിൽ മാർക്ക് കുറഞ്ഞപ്പം മുതൽ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് എഡിറ്റോറിയൽ വായിക്കുക, ഇംഗ്ലീഷ് വായിച്ച് മാർക്ക് കൂട്ടുക എന്നുള്ളത്. വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വന്നില്ലെങ്കിലും ഇപ്പോഴും ഞാൻ എഡിറ്റോറിയൽ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ SBI-PO മെയിൻസിന് വേണ്ടിയിട്ട്, അതായത് PO മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സെക്ഷണൽ മോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഗൈഡ് ലീഡ് ആയിരുന്നു കേട്ടോ. സെക്ഷണൽ മോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു POയുടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അനാലിസിസ് ഞാൻ നോക്കി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും രാത്രി ചോറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് വൊക്കാബുലറിയാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എഡിറ്റോറിയൽ വായിച്ച സമയത്ത് 1-2 അതിൽ നിന്ന് വൊക്കാബുലറിയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ അതിൻ്റെ മീനിങ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പീഡ് മാത്സ് റിവിഷൻ, അതായത് ഇപ്പം മൾട്ടിപ്ലിക്കേഷനും ക്യൂബ്സും അതൊക്കെ ഉണ്ടല്ലോ, പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ റിവൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്ന് റിവൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രിലിംസിനായാലും മെയിൻസിനായാലും സ്പീഡ് വേണമല്ലോ. അപ്പോൾ നമുക്ക് സ്പീഡ് മാത്സിൻ്റെ ഈ ഒരു മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ ക്യൂബ്സും സ്ക്വയേഴ്സൊക്കെ ഡെയിലി റിവിഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകും. അപ്പോൾ അത് ഡെയിലി നിങ്ങൾ ചെയ്യണം കേട്ടോ. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് എടുക്കുകയുള്ളൂ. ആ സമയം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു സ്റ്റഡി വ്ലോഗ് എന്ന് പറയുന്നത്. ഇന്ന് എനിക്കധികം പഠിക്കാനൊന്നും സമയമില്ല കേട്ടോ. പിന്നെ ഇത്തവണ IBPS-PO അപ്ലൈ ചെയ്യുന്നവർ നോട്ടിഫിക്കേഷനൊക്കെ നന്നായിട്ടൊന്ന് നോക്കണം. പിന്നെ മാത്രമല്ല, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നേരത്തെ പോലെയല്ല, നമുക്ക് അഡീഷണലായിട്ട് ഇപ്പോൾ നമ്മുടെ SSLCയും കൂടെ സ്കാൻ ചെയ്ത് PDF ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. കാരണം നമുക്ക് പാറ്റേൺ മാത്രമല്ല, അപ്ലൈ ചെയ്യുന്ന രീതിയിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.